നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു ഡീല് കൂടി ഇതാ നടക്കുന്നു. യെസ്, ഒരു വമ്പൻ തുകക്ക് ഗോൾ കീപ്പറെ സ്വന്തമാക്കുകയാണ് PSG. ഓൾറെഡി ജിയാൻലൂഗി ഡൊണാരുമ അവിടെയുണ്ട്. എന്നിട്ടും മറ്റൊരു ഗോൾ കീപ്പറെ എത്തിക്കുന്നു. ലൂക്കാസ് ഷെവലിയറിനെ ഇപ്പോൾ അവർ സ്വന്തമാക്കുന്നത് വലിയ തുകക്കാണ്. 40 മില്യൺ യൂറോ കൊടുത്തുകൊണ്ടാണ് ലില്ലിയിൽ നിന്ന് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു. ഇത് ലെക്യുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു, ലെ പാരീസിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെക്യുപ്പിൻ്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ലൂക്കാസ് ഷെവലിയർ ടു പാരീസ് സെൻ ജർമ്മൻ. നമ്മുടെ ഫബ്രീസിയോ റൊമാനോ ഹിയർ വി ഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ അദ്ദേഹം PSG ചേക്കേറുകയാണ്. 5 വർഷത്തെ കോൺട്രാക്റ്റാണ് ഷെവലിയർക്ക് PSG കൊടുക്കുന്നത്. 40 മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു തുകക്കാണ് ലില്ലിയിൽ നിന്ന് താരത്തെ സ്വന്തമാക്കുന്നത്. ഈ ആഴ്ച മെഡിക്കൽ ടെസ്റ്റ് നടക്കും. ബാക്കി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അതിൻ്റെ പിന്നാലെ വരും എന്നാണ് ലെക്യുപ്പിൻ്റെ റിപ്പോർട്ട്. തീർച്ചയായിട്ടും ജിയാൻലൂഗി ഡൊണാരുമ അവിടെയുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് 40 മില്യൺ യൂറോക്ക് മുകളിൽ ഒരു വമ്പൻ തുക കൊടുത്തുകൊണ്ട് ഷെവലിയറെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്ക് തന്നെയാണ് PSG ഈ ഒരു ട്രാൻസ്ഫറിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 23-കാരനായിട്ടുള്ള താരം ഫ്രാൻസിൻ്റെ ഒളിമ്പിക് ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. അവർ under-16, under-18, under-20, under-21 ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുണ്ട്. വലിയ ഭാവിയുള്ള താരമായിട്ട് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ഒരു താരത്തെ അവരെത്തിക്കുന്നു. അപ്പോൾ ഡൊണാരുമ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. ഡൊണാരുമ നേരത്തെ നവാസൊക്കെ അവിടെയുള്ള സമയത്ത് ആ ഒരു സ്പോട്ടിനായിട്ട് ഫൈറ്റ് ചെയ്ത പോലെ ഫൈറ്റ് ചെയ്യുന്നത് തുടരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.